ആ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് ഇന്നും നിലനിൽക്കുക, മായാതെ മങ്ങാതെ, ആർക്കും ചവിട്ടാൻ കൊടുക്കാതെ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ദളിതനെയും പിന്നോക്കക്കാരനെയും സുന്നിയെയും മുജാഹിദിനെയും അഹ്ലെ ഹദീസിനെയും അഹ്ലെ ഖുർആനെയും എല്ലാ വിഭാഗത്തെയും വിവിധ കമ്പാർട്ട്മെന്റുകളിലാക്കി മുസ്ലിം ലീഗാകുന്ന ഈ എഞ്ചിൻ ഘടിപ്പിച്ച് പാണക്കാട്ട് തങ്ങളാകുന്ന ഡ്രൈവർ ന്യൂനപക്ഷത്തിന്റെ ഈ റെയിൽവേ ട്രാക്കിലൂടെ തട്ടാതെ മുട്ടാതെ പൊട്ടാതെ ആർക്കും ചവിട്ടാൻ കൊടുക്കാതെ ഇതിങ്ങനെ അതിദ്രുതം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്തസ് പാലക്കാട് വിട്ടാൽ തമിഴ്നാട്ടിലില്ല, കാസർഗോഡ് വിട്ടാൽ കർണാടകയിലില്ല. പാർട്ടിയുടെ കാറ് വിറ്റിട്ട് കോളേജ് തുടങ്ങിയൊരു പാർട്ടി, മെമ്പർഷിപ്പിന്റെ കാശും കൂട്ടിയിട്ട് ഫറൂഖ് കോളേജ് തുടങ്ങിയൊരു പാർട്ടി. അറിയോ, തന്റെ തലയിലെ തൊപ്പി നീട്ടിക്കാട്ടി കെ കരുണാകരനോട് വരെ കരുണയുള്ള കരുണാകരന്റെ കരുണ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ എന്റെ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, നിങ്ങൾ അറിയണം, അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. അലിഫ് എന്നെഴുതി റാ എന്നെഴുതി അറ എന്ന് വായിച്ച് അറഅയ്തല്ലദീ ഓതിപ്പടിക്കുന്ന മതകലാലയങ്ങൾ ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ വരെ 11,000-ഓളം മദ്രസകൾ. മിച്ച് ഓഫ് ട്രൂത്തിന് വേറെ, ദക്ഷിണക്ക് വേറെ വേറെ, സംസ്ഥാനക്ക് വേറെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിന് വേറെ, എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. നിങ്ങൾ ആലോചിക്കണം, അന്തരീക്ഷ അനുകൂലമായാലേ ഇതെല്ലാം നടക്കൂ. കലാപുള്ള ഭൂമിയിൽ രാത്രി മദ്രസ ഇല്ല, പകലും മദ്രസയില്ല, JCB കൊണ്ടുവന്ന് പൊളിക്കാൻ. അങ്ങനെയൊരു സാഹചര്യം വരുമ്പോ കേരളത്തിൽ എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. അഖണ്ഡ നാമയജ്ഞം ഇവിടെ മുഴങ്ങുമ്പോ അപ്പുറത്ത് വേറെയാണ്. നിങ്ങൾ അറിയണം, സുബഹി ബാങ്ക് കൊടുക്കാൻ മുഅദ്ദിൻ പള്ളിയിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലെ പാട്ട് കേട്ട് ഉണർന്നാണ്. ആ ഉണർത്തുപാട്ട് കേട്ടാണ് ഇവിടുത്തെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കാൻ പോകുന്നത്. ഇനിയോ സഹോദര സമുദായക്കാരായ താമിയേട്ടന്മാർ, കോരന്മാർ, അവരൊക്കെ കച്ചവട പീടിക വരെ തുറക്കാൻ, ചായക്കട തുറക്കാൻ പോകുന്നത് സുബഹി ബാങ്കും കേട്ടാണ്. അതാ കേരളം. വലിയ അത്ഭുതമാണത്, ചെറിയ കാര്യമല്ല. ഓംകാര വിളികൾ, ഓശാനപ്പാട്ടുകൾ, ഓത്തുപള്ളികൾ നിറഞ്ഞ കേരളം. ഇവിടെ ചന്ദനപ്പൊട്ട് ധരിച്ച ചന്ദ്രനും നിസ്കാരത്തഴമ്പുള്ള നിസാർ അഹമ്മദും കുരിശു ധരിച്ച കുര്യാക്കോസും ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. സുബഹി ബാങ്ക് കേട്ടാൻ സഹോദര സമുദായക്കാരെ ഉണരുക. എൻ്റെ ഉപ്പൊരു ഖത്തീബായിട്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകം ധന്യമാക്കട്ടെ. ഉപ്പ പള്ളിയിൽ 2 ദിവസം ലീവിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഒന്ന് നിസ്കരിക്കാൻ ഇമാമായി നിൽക്കണം. ഞാനിന്ന് പൊന്നാനി കോളേജിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രിക്ക് ഞാൻ ഇമാമ നിൽക്കാൻ പോയി. മഗ്‌രിബ് ഇശാ ഒക്കെ നിസ്കരിച്ചു. സുബഹിക്കും ഇതുപോലെ ഇമാമായി നിന്നു. ചായ കുടിക്കാൻ ചെന്നപ്പോ താമിയേട്ടൻ പറഞ്ഞു, ആരാ കുട്ടിയെന്ന് ബാങ്ക് കൊടുത്തത്? ഞാൻ പറഞ്ഞു, ഉസ്താദ് നാട്ടിൽ പോയതാണ്. ചോദ്യത്തിനല്ല ഉത്തരം. ഉസ്താദ് നാട്ടിൽ പോയതാണ്. താമിയേട്ടൻ പറഞ്ഞു, ആരായാലും വിവരം പറഞ്ഞാളെ, ഇന്ന് 2 എണ്ണം കുറവാതാണ്. അന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം മറന്ന ദിവസമായിരുന്നു. അറിയുന്നില്ല. താമിയേട്ടൻ അത് നന്നായി ശ്രദ്ധിച്ചു. അതാണ് ഈ നാട്. എന്ത് നല്ല സാഹോദര്യം. ഒരു ഭാഗത്ത് ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ ക്ഷേത്രത്തിന് കാവൽ നിൽക്കാൻ പഠിപ്പിക്കുന്ന പാണക്കാട്ട് തങ്ങൾ അങ്ങാടിപ്പുറം ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിയപ്പോ എന്റെ പൊന്നു തങ്ങൾ ആ വാതിൽ സന്ദർശിച്ച് നോക്കുന്ന ഒരു രംഗുണ്ട്. അത് കണ്ടാണ് ഈയിടക്കടുത്ത് മരണപ്പെട്ട MT വാസുദേവൻ നായർ പറഞ്ഞത്, ഓ, ഇതുപോലൊരു മഹാൻ ഈ കേരളത്തിൽ ജനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്ന് ഞാൻ ഇടക്കിടക്ക് ഓർക്കാറുണ്ട്. നിങ്ങൾ ആലോചിക്കണം, മുനമ്പം വിഷയം കത്താൻ നിൽക്കുക, തീപ്പെട്ടിക്കൊള്ളി ഉരസിട്ട് തീ കൊടുക്കാൻ കാത്തു നിൽക്കുകയാണ്. അവിടെയാ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങൾ പോയി ക്രിസ്തീയ സഹോദരന്മാരെ ആശ്വസിപ്പിക്കുന്നത്. കത്തിയാൽ പോയി, എല്ലാം അവതാളത്തിലായി. തങ്ങളെ അഭിനന്ദിച്ചു. ആര്? കാത്തോലിക്ക ബാവ. നോക്കണം, കാത്തോലിക്ക ബാവ അഭിനന്ദിക്കുമ്പോഴും നമ്മളെ കൂട്ടത്തിലെ ബാവാരൊക്കെ തിരിഞ്ഞിറക്കണം. പറ്റൂല. നമ്മൾ പാണക്കാട്ട് തങ്ങളുടെ പിന്നിൽ ഒന്നിച്ചു നിൽക്കണം. എന്തിനാണത്? ഈ അത്ഭുതം കേരളത്തിൽ നാം വിളയിച്ചതും ഈ വലിപ്പം നമുക്കുണ്ടായതും ഒന്നിച്ചു നിന്നതിന്റെ ഖൈറിലാണ്. ഏതുപോലെ
പൗരത്വ റാലിയിൽ നാം കാണിച്ച ധൈര്യം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇമാം നിൽക്കുമ്പോ തൊട്ടു പിന്നിൽ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, ഹൈദരലി ശിഹാബ് തങ്ങൾ കസേരയിൽ ഇരിക്കുന്നു, തൊട്ടടുത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിൽക്കുന്നു, ഹുസൈൻ മടവൂരുണ്ട്, അബ്ദുള്ള കോയ മദനിയുണ്ട്, ആരിഫ് അലിയുണ്ട്, സംസ്ഥാന കേരളയുണ്ട്, ദക്ഷിണ കേരളയുണ്ട്, സമസ്ത കേരളയുണ്ട്, എല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. പൗരത്വ റാലിയിൽ നാം ഒന്നിക്കാനുള്ള കാരണം തലപോകുന്ന വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ വിഷയം ഇപ്പോഴും ഹയാത്തിലുണ്ട്, അത് മൗത്തായിട്ടില്ല. ഇനി വരുന്ന വിഷയങ്ങളൊക്കെ അത്യന്തം അപകടകരമാണ്. നമ്മളെങ്ങാ ഒന്ന് ഭിന്നിച്ചാൽ അത്ഭുതം ഉണ്ടാവും. മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് ഒരു BJP-യിലേക്ക് LK അദ്വാനിയുടെ സ്വപ്പിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. ഈ നാട് മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലം ലക്ഷദ്വീപ്. ഞാൻ ആ നാട്ടിൽ പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്. ഈ കഴിഞ്ഞ 13-ന് PM സയ്യിദിന്റെ അനുസ്മരണത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു. നിങ്ങൾ അറിയണം, എന്തൊരു കൗതുകമുള്ള നാട്. പഴയ വല്യമ്മമാരെ കാണണമെങ്കിൽ, പഴയ കോന്തല കാണണമെങ്കിൽ, പഴയ കൈക്കൊട്ടിപ്പാട്ട് കേൾക്കണമെങ്കിൽ ലക്ഷദ്വീപ് എന്ന് പോയാൽ മതി. പാമ്പില്ലാത്ത, നായയില്ലാത്ത, കാക്കയില്ലാത്ത, സിനിമാശാലകളില്ലാത്ത, മദ്യഷാപ്പുകളില്ലാത്ത ആ നാട് എന്തൊരു സുന്ദരമായ നാടാണ്. മുസ്ലിങ്ങൾ മാത്രം, ആ മുസ്ലിങ്ങൾക്ക് മാത്രം വോട്ടുള്ള മണ്ഡലത്തിൽ നിന്ന് സ്ഥിരമായി ജയിക്കുന്ന PM സയ്യിദിനെ പരാജയപ്പെടുത്തി അവിടെ നിന്ന് ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരുത്തനെ LK അദ്വാനി വന്ന് പ്രസംഗിപ്പിച്ച് ജയിപ്പിച്ചു കൊണ്ടുപോയി. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് താളം തെറ്റിയാൽ കൊടുവള്ളിയിലും പിടിവള്ളി പോകും, മലപ്പുറത്ത് പോകും. കണ്ടില്ലേ പാലക്കാട് നമ്മളൊരു അപകടം കാക്കുകയായിരുന്നു. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിസൾട്ട് ഒക്കെ വരുന്നെന്ന് മനുഷ്യൻ, ഞാനൊക്കെ ഇങ്ങനെ ഇനി ചൊല്ലി പറയാത്തതൊന്നുമില്ല. ഞാൻ ആഫിലാകണമെങ്കിൽ അന്നാവണം. എന്താ കാര്യം? ആകെ 2 ടീം തമ്മിലാ മത്സരം, UDF-ഉം BJP-യും. താമരയും കൈപ്പത്തിയ മത്സരം. അരിവാൾ അവിടെ ഒന്നുമല്ല. അരിവാൾ ഉണ്ടെങ്കിൽ കറകളഞ്ഞ മുത്തലക്കായ സഖാക്കളൊക്കെ അരിവാളിന് കുത്തും. അവിടെ ചിഹ്നം പോലും മാറ്റിവെച്ചു. ഒരു പഴയ കോൺഗ്രസ്സുകാരനെ കൊടുത്ത് നിർത്തി. എന്തിനാ? അത് ഞങ്ങൾക്ക് രസമുള്ള സ്ഥാനാർത്ഥിയല്ല, ഇഷ്ടമുള്ളവനല്ല, എന്നിട്ടെങ്കിലും കോൺഗ്രസിന് ചെയ്യരുത്. ആ ആൾക്കാരൊക്കെ ദേഷ്യം പിടിച്ചിട്ടെങ്കിലും താമരക്ക് ചെയ്യട്ടെ എന്ന ചിന്തയായിരുന്നു. എന്റെ കമ്മ്യൂണിസ്റ്റുകാർ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മളെ ഈ നാട്ടിലെ സഖാക്കളൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സഖാക്കളെ പ്രസംഗം കേൾക്കുമ്പോഴുള്ള വരിയാണ് പരിശോധിക്കേണ്ടതാണെന്ന്. പക്ഷെ പരിശോധിക്കാനൊരു യന്ത്രം കിട്ടിയത് പാലക്കാട് മാത്രം, സ്റ്റെതസ്കോപ്പ്. പരിശോധിച്ചു. നിങ്ങൾ അറിയണം, സമുദായത്തിലെ 2 പത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയ CPM കളിച്ചത്. പിരായിരി പഞ്ചായത്ത് 3000 വോട്ടാണ്. ആകെ ഷാഫി പറമ്പലിന് ലീഡ് 3000 വോട്ടാണ്. ആ 3000 മറിയാൻ 1501 മറിഞ്ഞാൽ മതി. 3000-ന്റെ നേർപകുതി 1500 ആണ്. 1501 വോട്ട് മറിഞ്ഞാൽ നമ്മൾ തോൽക്കും, BJP ജയിക്കും. 1500 വോട്ട് മറിയാൻ 100 വോട്ട് മറിഞ്ഞാൽ മതി. 15 ബൂത്തിൽ 100 വോട്ട് മറിഞ്ഞാൽ മതി. അങ്ങനെയുള്ള 15 സമുദായത്തിന്റെ ഇജ്ജത്തുള്ള വോട്ടുള്ള പ്രദേശമാണ് പിരായിരി പഞ്ചായത്ത്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ആ പിരായിരി പഞ്ചായത്തിലെ മുസ്ലിം വീടുകളിൽ മാത്രം 2 പത്രങ്ങളെ ദേശാഭിമാനിയിൽ കൊടുക്കാത്ത പരസ്യം കൊടുത്ത് CPM ഇറക്കി. നമ്മളിങ്ങനെ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താകും എന്ന് ചിന്തിച്ച്. എന്താ കാര്യം? BJP ജയിക്കാൻ ലക്ഷദ്വീപിലെടുത്ത പണി ഇതുപോലെ ഉമ്മമാരെ ഇരുത്തിയിട്ട് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരാൾ പോയി പ്രസംഗിച്ചു കൊടുത്തതാണ്. സഹോദരിമാരെ, ഇനിയും ഈ PM സയ്യിദ് ജയിച്ചാൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. ആ കോലം കണ്ടപ്പോ സഹോദരിമാർ വിശ്വസിച്ചു, പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ കണ്ടോ അപകടം. ആ വർത്താനം ഡോക്ടർ പൂക്കുഞ്ഞിക്കോയ ജയിച്ചു. LK അദ്വാനിയുടെ മുന്നണിയിൽ പോയി. അയാൾ അവിടെ എത്തേണ്ട താമസം. നിയമം വന്നു. ഈ ബേപ്പൂരിൽ നിന്ന് പോകുന്ന ബോട്ടിൽ ചിറ്റുട്ട ഉമ്മമാരെ പ്രത്യേകം
പ്രത്യേകം എൻക്വയറി ചെയ്ത് പ്രത്യേകം അവരെ ക്രൂശിക്കുന്ന പ്രവണത വന്നപ്പോ മാറ്റത്തിനൊരു വോട്ട് ചെയ്തവർ നാറ്റത്തിന്റെ ഒരു വോട്ടായി മാറിയത്. നമുക്ക് ഇങ്ങനെ തോന്നും, ഇപ്പൊ ലീഗ് ജയിക്കുന്നുണ്ട് കൊടുവള്ളിയില്, മുസ്ലിം ലീഗ് അവിടെ ജയിക്കണ്ടേ, നമ്മളെ MP 3 ലക്ഷം ഉണ്ട്, ഇതിങ്ങനെ സ്ഥിരം ജയിക്കുകയാണ്. ഇത് പറ്റൂല, ഒരു മാറ്റം വരുത്തണം. അപ്പോഴാണ് രസം. അതാ പാലക്കാട് ഈ മാഞ്ഞാളം കൊഞ്ചലൊക്കെ മാറിയിരുന്നു. BJP ജയിക്കുകയാണെങ്കിൽ LK അദ്വാനി അവിടുന്ന് നരേന്ദ്രമോദി ഇങ്ങനെ നോക്കുകയാണ്. ഒരു MLA ഇല്ലാതെ കേരളത്തിൽ ഇപ്പൊ അയാളാ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അൻവർ പറഞ്ഞത്. അൻവർ നടന്നു പറയാൻ. അൻവർ ആരാ? ഇടതുപക്ഷ MLA. പിണറായിയുടെ പോക്ക് ശരിയല്ല. പിണറായി വിജയൻ RSSനെ പ്രോത്സാഹിപ്പിക്കുന്നു. RSSന്റെ പോലീസ് ഗ്യാങ് ആണ് ആഭ്യന്തര വകുപ്പിൽ കുത്തി നിറച്ചിരിക്കുന്നത്. ആരാ പറയുന്നത്? പാർട്ടിക്കകത്ത് നിയാസ്, പാർട്ടിക്കകത്ത് അൻവർ, പിന്നെ ഫേസ്ബുക്കിലിട്ടു പൊളിക്കലകത്ത് നിയാസ്, തിരൂരങ്ങാടിലെ സ്ഥാനാർത്ഥി മജീദ് സാഹിബിനെതിരെ മത്സരിച്ച, പിന്നെ മുന്നണിക്കകത്ത് വെളിയം ഭാർഗവൻ, പിന്നെ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. ഞാനാ പറയാത്തത്? ഈ പിണറായിയുടെ പോക്ക് കണ്ടാൽ ഇയാൾ മുണ്ടുടുത്ത മോഡിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് CPI പറഞ്ഞു. ഇപ്പൊ അൻവർ നടന്നു പറയാണ്. നിലമ്പൂര് മാത്രല്ല, അരീക്കോട്ട അങ്ങാടിയില്, കോഴിക്കോട് കടപ്പുറത്ത്, കളമശ്ശേരിയില് അൻവർ ഇപ്പൊ മജീദ് ഉരുക്കള് തൈലം വെക്കാൻ നടക്കണതിന് നടക്കണം. നടന്നു പറയാണ്. ഒടിവ്, ചതവ്, വാദം, ഉന്മേഷമില്ലായ്മ, താല്പര്യക്കുറവ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാരിങ്ങനെ വട്ടം കൂടുകയാണ്. അപ്പൊ ഇപ്പൊ കണ്ടില്ലേ, 170ഓളം ബൂത്തില് വയനാട്ടില് ഇതുവരെ 1ാം സ്ഥാനത്ത് UDF ആണെങ്കിൽ 2ാം സ്ഥാനത്ത് LDF. ഇത്തവണ മാറി, 2ാം സ്ഥാനത്ത് താമര. മാറുകയാണ്, പെട്ടെന്ന് മാറുകയാണ്. 2ാം സ്ഥാനത്ത് താമര. എന്നിട്ട് നമ്മൾ ജാതി മതവും നോക്കാതെ ആ പ്രിയങ്കയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോ ചിലര് പറയാണ്, ഈ വർഗീയവാദികളെല്ലാം കൂടിയിട്ടുള്ള വോട്ട് കിട്ടിയിട്ടാണ് ഈ പ്രിയങ്ക ഇങ്ങോട്ട് വന്നത് എന്ന് വിജയരാഘവൻ പറയേണ്ട താമസം റാണ അതിൽ കയറി പിടിച്ചു. CAA NRC റാലി എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിലെ ആളുകളുടെ പൗരത്വം ചോദ്യം ചെയ്യുന്നതായിരുന്നു. അപ്പൊ നമ്മളെ ഖത്തീബ്, സ്വദറ്, മുദരിസ് എല്ലാവരും ജാഥയിലുണ്ടായിരുന്നു. സുന്നി മുജാഹിദും ജമാഅത്തും ഒക്കെ ഉണ്ടായിരുന്നു ജാഥയില്. ജാഥ തുടങ്ങിയത് എവിടുന്നാ? പള്ളിയുടെ മുമ്പിൽ നിന്ന്. ജാഥ തുടങ്ങുമ്പോ എന്താ ചൊല്ലിയത്? ഖുലൂ തക്ബീർ. കൊടിയേരി പറഞ്ഞു, ആ വച്ച ശരിയല്ല, ആ വച്ച ഭീകരവാദിയുടേതാണ്. പാർട്ടി സെക്രട്ടറി അത് കേട്ടപാടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, CAA NRC റാലിയിൽ ഭീകരവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇത് കേൾക്കേണ്ട താമസം നരേന്ദ്രമോദി ഇന്ത്യയുടെ പാർലമെന്റിൽ പറഞ്ഞു. കേരള के മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ने कहा, നോക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, CAA NRC റാലി में ആതങ്കവാദി है. ആരാ പറയുന്നത്? മോഡി. ഏതുണ്ടാക്കി കൊടുത്തു? ഇവിടുന്ന് കൊടുത്തു. അയാളത് പറഞ്ഞു, വിഷയായി. തീർന്നില്ല. അച്യുതാനന്ദൻ വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പിരാന്ത്, ഒരു മൂച്ചിപ്പിരാന്ത്, അയാൾക്ക് അങ്ങനെയാണ്, ചിലപ്പോൾ ഒരു അസുഖമാണ്. ഒരു ദിവസം അയാൾ പറഞ്ഞു, ഇവിടെയുള്ള ഈ മുസ്ലിം ചെറുപ്പക്കാര് ഈ മുസ്ലിം സമുദായത്തിലല്ലാത്ത പെൺകുട്ടികളെ ലൈനടിച്ച് പ്രേമം നടിച്ച് കൊണ്ടുവന്ന് അവരുമായി ജീവിച്ച് മക്കളെ ഉണ്ടാക്കി ആ മക്കളെ പ്രസവിപ്പിച്ച് ഒരു 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് ഈ കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ആര്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവായ സഖാവ് VS ഇതുവരെ ഒരു ജലീലോ ഒരു അബ്ദുറഹ്മാനോ ഒരു ബ്രാഞ്ചോ ലോക്കലോ തിരുത്തിയിട്ടില്ല. എങ്ങനെ? 2025, 30, 35 ഒക്കെ ആകുമ്പോഴേക്ക് കേരള സംസ്ഥാനം ഒരു ഇസ്ലാമിക രാജ്യമായാലും അത്ഭുതപ്പെടാനില്ല. ഇത് പറയേണ്ട താമസം ആരാ ഏറ്റുപിടിച്ചത്? UP മുഖ്യമന്ത്രി, ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്തെ മുഖ്യമന്ത്രി. ഒരു പൊന്നുമോനെ, മോണ്ടിസോറി ക്ലാസ്സിൽ ഒരു പൊന്നുമോനെ ഇങ്ങനെ നിർത്തിയിട്ട് മുസ്ലിം കുട്ടിയാണ് എന്നുള്ള കാരണം കൊണ്ട്
മറ്റു കുട്ടികളോട് പറഞ്ഞു, വാ മക്കളെ ഇവന്റെ മുഖത്തടിക്ക്. വന്നോര് മുഖത്തടിച്ച് ഇങ്ങനെ പോവുക, ആ കുട്ടി നിന്നിങ്ങനെ കൊള്ളുക. ആ UP ഭരണം നടത്തുന്ന സാക്ഷാൽ യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥ് ഈ അച്യുതാനന്ദന്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം, ഈ അച്യുതാനന്ദന്റെ പ്രസ്താവന കേൾക്കേണ്ട താമസം UP നിയമസഭയിൽ പറയാണ്, കേട്ടോളൂ. കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री श्री अच्युतानंदन ने कहा, നോക്കണം, അങ്ങനെ ഒരു കഹ ഉണ്ടായി. എന്താ? കേരള के मार्क्सवादी साम्यवादी मुख्यमंत्री श्री अच्युतानंदन ने कहा, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി അച്യുതാനന്ദൻ പറയുന്നുണ്ട്, എന്ത്? ലവ് ജിഹാദ് ഉണ്ട്. നോക്കണം, ഇത് പറയേണ്ട താമസം. എന്താ ഈ ലവ് ജിഹാദ്? ഇയാൾ പറയുന്നത് മുസ്ലിം ചെറുപ്പക്കാര് അമുസ്ലിം കുട്ടികളെ പ്രേമിച്ച് ഷഹാദത്ത് ചൊല്ലി മതം മാറ്റിയാണ്. അപ്പൊ വേറൊരു വിദ്വാൻ പറഞ്ഞു, നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട്. അതേതാ നാർക്കോട്ടിക് ജിഹാദ്? കഞ്ചാവ് കൊടുത്ത് വലിപ്പിച്ചിട്ട് ഷഹാദത്തല്ല. ഓന്റെ ഷഹാദത്ത് എങ്ങനെയോട് സ്വീകരിക്കുക? മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കല കലിമത്തു ഷഹാദത്തൈനി. ഈ സ്വയബോധമില്ലാത്തതിന് എന്ത് വെളിവാണ്ടാകുക? അല്ലെങ്കിൽ നോക്കൂ, ലവ് ജിഹാദ് എന്നുള്ള പദം തന്നെ തെറ്റല്ലേ? അത് മോരും മുതരും മാതിരിയാണ്, രണ്ടും തമ്മിൽ ചേരൂല. ലവ് തലേ കയറിയവന് ജിഹാദ് കൽബ് കയറുവോ? ജിഹാദ് കൽബ് കയറിയവന് ലവ് തലേ കയറുവോ? ഒരാൾ യുദ്ധത്തിന് മുമ്പോ ഒരു പെണ്ണ് ലൈനടിക്കാൻ നിന്ന് ആണ്ട് ശ്രദ്ധിക്കും, ഓൻ അള്ളാഹ് എന്നുള്ള ചിന്തയിലാ പോണത് അല്ലെ? ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോണവനോട് യുദ്ധം ഉണ്ട് എന്ന് പറഞ്ഞ ഓനാ വൈക്ക് വരുവോ? ഓളെടുത്തേക്ക് പോവുകയല്ലേ ചെയ്യാ? ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞു,